നമ്മൾ പഠിച്ചത് ഫഅല ഫഅല ഫഅലു പഠിച്ചില്ല, മ്യൂട്ടാക്കിക്കോളൂ കേട്ടോ. ഫഅല ഫഅല ഫഅലു മാലി മജ്ഹൂൽ പഠിച്ചു. മാ ഫഅല അതിൻ്റെ നഫി പഠിച്ചു, മ്യൂട്ടാക്കിക്കോളൂ കേട്ടോ. ഷംസീന ഫുഇല ഫുഇല എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കപ്പെട്ടു. ഉണ്ടോ സൗണ്ട്? ഫുഇല പ്രവർത്തിക്കപ്പെട്ടു. മജ്ഹൂൽ പഠിച്ചു. മാ ഫുഇല പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് യഫ് അലു പ്രവർത്തിക്കും, പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കും, പ്രവർത്തിക്കുന്നു. യഫ് അലു മുലാരി അല്ലെങ്കിൽ മുസ്തഖ്ബിൽ. പിന്നെ അതിൻ്റെ നഫി ആക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ മുന്നിൽ ലാ ചേർക്കണം എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് യുഫ് അലു അവൻ പ്രവർത്തിക്കപ്പെട്ടു, പ്രവർത്തിക്കപ്പെടുന്നു, പെടും ഒക്കെ പഠിച്ചു. അതിൻ്റെ മജ്ഹൂൽ ലാ യുഫ് അലു അവൻ പ്രവർത്തിക്കപ്പെടുന്നില്ല, അതും പഠിച്ചു. ക്ലിയർ അല്ലേ? അതൊക്കെ ഓക്കെ അല്ലേ? ഒന്ന് പറയണം കേട്ടോ. നിങ്ങളൊന്ന് സംസാരിക്കണേ. ആരെങ്കിലുമൊക്കെ ഇടക്കിടക്ക് ഞാൻ ചോദിക്കുമ്പോൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ. ആ ശരി. ഇനിയുള്ളത് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലായും മായും തമ്മിൽ എന്താ വ്യത്യാസം? ലായും മായും നഫി തന്നെയാണ്, രണ്ടും നഫീൻ്റെ ആണ്. ഇവിടെ ഇപ്പം നമ്മൾ പഠിച്ച ലായും മായും കേട്ടോ, നഫി തന്നെയാണ്. പക്ഷെ മാലിൻ്റെ മുന്നിലാണ്, മാലി ആയ ഒരു ക്രിയ ചെയ്തിട്ടില്ല. ഫഅല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജലസ അവൻ ഇരുന്നു, അതിൻ്റെ മുന്നിൽ മാ വന്നാൽ മാ ജലസ അവൻ ഇരുന്നിട്ടില്ല. അവിടെ ലാ വന്നു കഴിഞ്ഞാൽ വേറെ അർത്ഥം വരും. മാലിൻ്റെ മുന്നിൽ നമ്മൾ ലാ വെക്കൂല, ലാക്ക് വേറെ അർത്ഥം വരും. അതുകൊണ്ട് മാലിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് പറയും? മാലിയായ ഒരു അതിൽ നെഗറ്റീവ് ആക്കാൻ, നഫി ആക്കാൻ മായെ വെക്കാൻ പാടുള്ളൂ, ലാ വെക്കാൻ പാടില്ല. ലാ വെക്കുമ്പോൾ അർത്ഥ വ്യത്യാസം വരും. ഓക്കെ, അത് നിങ്ങൾ വഴിയെ പഠിക്കും, ഇൻഷാല്ലാ പഠിക്കും. മുലാരിന്റെ മുന്നിൽ യജ്ലിസു അവൻ ഇരിക്കുന്നു, മുലാരിന്റെ മുന്നിൽ നമ്മൾ ലായ വെക്കുള്ളൂ. അവൻ ഇരിക്കുന്നില്ല, അവൻ ഇരിക്കുകയില്ല എന്ന് പറയുമ്പോൾ മുലാരിന്റെ മുന്നിൽ നമ്മൾ ലായ വെക്കുള്ളൂ. സംശയം, അത് മാലി അല്ല കേട്ടോ, അതൊരു ഇസ്മാണ് കേട്ടോ. ശരി, അത് നമുക്ക് പിന്നീട് പഠിക്കാം. അത് ഇസ്മാണ് കേട്ടോ. ലാ റൈബ ഫീഹി, അതിൽ സംശയമില്ല എന്ന് പറയുന്നത് അത് ഇസ്മാണ് കേട്ടോ. അത് പിന്നെ വരില്ല. അപ്പോൾ നമ്മൾ ഇത്ര മനസ്സിലാക്കുക, മാലിയായ ക്രിയ നെഗറ്റീവ് ആക്കാൻ മാ വെക്കും, മുലാരിയായ ക്രിയ നെഗറ്റീവ് ആക്കാൻ ലാ വെക്കും. അത്രയും നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? നമ്മൾ ഇവരെ കുറേ ചിന്തിക്കല്ലേ. ഇത് അത് 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 നിങ്ങളൊന്ന് മനസ്സിലുറപ്പിക്കുക. മാലിൻ്റെ മുന്നിൽ മാ വെക്കും, നെഗറ്റീവ് ആക്കാം. മുലാരിൻ്റെ മുന്നിൽ ലാ വെക്കും. അത്രയും പഠിച്ചാൽ മതി. ബാക്കിയുള്ളത് ഇനി അതിൻ്റെ പിന്നാലെ വരുമ്പോൾ പഠിക്കാം. ശരി, ഇനി അടുത്തതാണ് ലമ്മ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുന്നിലുള്ള കായിക വായിച്ചു തരാം. ഇതാ അത് ഹലത് നീ പ്രവേശിപ്പിച്ചാൽ, ലം എന്ന് പ്രവേശിപ്പിച്ചാൽ, അലാ ഫിഇലിൽ മുസ്തഖ്ബിലി മുസ്തഖ്ബിലായ ക്രിയ, മുസ്തഖ്ബിൽ കൊണ്ട് ഉദ്ദേശിച്ചത് മുലാരി ആയ ക്രിയൻ്റെ മുന്നിൽ ലമ്മ് പ്രവേശിപ്പിച്ചാൽ, ഞാൻ മ്യൂട്ടാക്കണ്ടേ, ലമ്മ് പ്രവേശിപ്പിച്ചാൽ, മുലാരി ആയ ക്രിയയിന്മേൽ എന്നുദ്ദേശിച്ചത് മുലാരി ആയ ക്രിയൻ്റെ മുന്നിൽ നീ ലം പ്രവേശിപ്പിച്ചാൽ, ജസ്മത്തഹു എന്നല്ല, ജസ്മത്തഹു അതിനെ ജസ്മു ചെയ്യണം, ജസ്മത്തഹു അതിനെ ജസ്മു ചെയ്യണം, ജസ്മു ചെയ്യണം. ജസ്മു ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ലമ്മ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ജസ്മു ചെയ്യണം. ലമ്മ് വന്നു കഴിഞ്ഞാൽ മുലാരി ആയ ക്രിയയെ ജസ്മു ചെയ്യണം. ജസ്മ എന്താണെന്ന് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. വ അസ്തൈ നൂനു തെസ്നീയത്തു, അതിൻ്റെ തെസ്നീയത്തിൻ്റെ നൂന്, തെസ്നീയത്ത് എന്നുദ്ദേശിച്ചത് മുസന്ന ദ്വിവചനത്തിൻ്റെ നൂന്, ആനി തഫ്അലാനി യഫ്അലാനി തഫ്അലാനി എന്ന് പറയുന്ന അല്ലേ, തഫ്അലാനി യഫ്അലാനി തഫ്അലാനി തഫ്അലാനി, മൂന്ന് തഫ്അലാനി ഒരു യഫ്അലാനി. അതാണ് അതിൻ്റെ അവസാനം വരുന്ന നൂനാണ് തസ്നീയത്തിൻ്റെ നൂന്. ആ നൂന് എന്താവും? അസ്ഖതത് എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്യും. അതിന് അസ്ഖതത് എന്ന് പറഞ്ഞാൽ വീഴ്ത്തുക എന്നാണ് പറയുക. സഖത്ത എന്ന് പറഞ്ഞാൽ വീണ് എന്നാണ് പറയുക. അസ്ഖതത് എന്ന് പറഞ്ഞാൽ അതിനെ വീഴ്ത്തണം, നൂനു തസ്നിയത്തിന്. അതായത് ആ നൂനിനെ കട്ട് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്, അതിനെ കളയണം എന്നാണ്. വനൂനുൽ ജംഉ മുദക്കറിൻ, ജംഉ മുദക്കറിൻ്റെ നൂനിനെയും, വനൂനുൽ വാഹിദത്തിൽ മുഅന്നസി, അതായത് നൂനുൽ വാഹിദത്തിൽ മുഅന്നസി എന്ന് പറഞ്ഞാൽ വഹദാൻ മുഅന്നസു ഹാളിറായിട്ടുള്ള നൂനില്ലേ, യഫ്അലീന അല്ല സോറി തഫ്അലീന, നീ ഒരു സ്ത്രീ ചെയ്തു എന്ന് പറയുന്നിടത്തൊരു ഈന വരുന്നില്ല, ആ നൂനിനെയും അൽ ഹാളിറി. വ കൽബത്ത, കൽബത്ത എന്ന് പറയുകയാണെങ്കിൽ മഅന, അതിൻ്റെ അർത്ഥത്തെ മാറ്റിമറിക്കും. മുസ്തഖ്ബിലിൽ നിന്ന് മാലിയിലേക്ക്, മാലി മൻഫിയിലേക്ക് മാറ്റിമറിക്കും, മാലി മൻഫിയിലേക്ക്, മിസ്ല പോലെ ഒക്കെ ഒക്കെ
പറഞ്ഞതൊക്കെ മനസ്സിലാക്കി വെക്കുക. കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫ് അലു എഫ് അലാനി എഫ് അലൂന തഫ് അലു തഫ് അലാനി എഫ് അൽന തഫ് അലു തഫ് അലാനി തഫ് അലൂന തഫ് അലീന തഫ് അലാനി തഫ് അൽന അഫ് അലു നഫ് അലു. ഇതാണ് മുലാരിൻ്റെ പാറ്റേൺ അല്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ മുലാരിൻ്റെ പാറ്റേൺ. അതിൽ ഞാൻ 5 എണ്ണം ഒരു കാറ്റഗറി, പിന്നെ 7 എണ്ണം അഫ് ആലുൽ ഹംസ എന്ന് പറഞ്ഞിട്ടൊരു മറ്റൊരു കാറ്റഗറി, 2 എണ്ണം മബനി ഒക്കെ പറഞ്ഞാൽ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഇല്ലേ? ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ലമ്മ എന്തിൻ്റെ മുന്നിലാണ് വരിക? മുലാരിൻ്റെ മുന്നിലാണ് വരിക. മുലാരിൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ജസ്മു ചെയ്യണം എന്നാണ് പറയുക. ജസ്മു ചെയ്യുക. അപ്പോൾ നമ്മൾ ഇസ്മിന് 3 ഇറാബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇസ്മിന് 3 ഇറാബാണുള്ളത്. ഒന്നാമത്തേത് മർഫൂ, ദൊമ്മ കൊടുത്തിട്ട് പദത്തിൻ്റെ അവസാനത്തിൽ ദൊമ്മ മർഫൂ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ വീട്ടാക്കണ്ടേ. മർഫൂ പദത്തിൻ്റെ അവസാനത്തിൽ ദൊമ്മ വരിക, റഫ് ചെയ്യുക എന്നാണ് പറയുക അല്ലേ? ദൊമ്മ ഒരടയാളം കേട്ടോ. പിന്നെ മറ്റൊന്ന് പഠിച്ചത് പദത്തിൻ്റെ അവസാനത്തിൽ കെസ്ര വരിക, മജ്റൂർ. 2 മജ്റൂറാണ് നമുക്ക് പഠിച്ചിട്ടുള്ളത്. അതന്നെ അത് ബുക്കിൽ കാണുന്നുള്ളൂ. ഏതൊക്കെയാ? ഒന്ന് ഹർഫ് ജെറ് മുന്നിൽ വരുമ്പോൾ മിനൽ ബൈത്തി അല്ലേ? മറ്റൊന്ന് മുലാഫിനിലേഹി ഇല്ലേ? ബൈത്തു മുഹമ്മദീൻ, മുഹമ്മദീൻ്റെ വീട്, മുഹമ്മദീൻ മുലാഫിനിലേഹി മജ്റൂർ, കെസ്ര കൊടുത്ത് ജെറ് ചെയ്ത്. മൂന്നാമത്തേത് മൻസൂബ്, നെസ്ബു ചെയ്യുക. നെസ്ബു ചെയ്യുക നമ്മളെ പാഠത്തിൽ വന്നില്ലെങ്കിലും നിങ്ങൾക്കറിയാം ഒരു ക്രിയ ആരെയാണോ ബാധിക്കുന്നത് അതൊക്കെ മൻസൂബായിരിക്കും. ഖലഖല്ലാഹുൽ ഇൻസാന, ഫതഹ കൊടുത്ത് നെസ്ബു ചെയ്യുന്നത് പഠിച്ചിട്ടില്ലേ? അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച ആൾ ഫായിൽ മർഫൂ, സൃഷ്ടിക്കപ്പെട്ടത് ആരാ? മനുഷ്യൻ. മഫ്ഊലുൻ ബിഹി മൻസൂബുൻ, ഫതഹ നെസ്ബു ചെയ്യുക പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പോൾ ഈ 3 ഇറാബാണ് നെസ്ബ്, റഫ്, ജെറ്. ഈ 3 ഇറാബാണ് ഒരു ഇസ്മിന് ഉണ്ടായിരിക്കുക. ഇസ്മിന് 3 ഇറാബാണ്. ഒന്ന് നെസ്ബ്, റഫ്, ജസ്മ്. ക്ലിയർ അല്ലേ? പക്ഷേ ഹർഫിന് ഇറാബില്ല. ഹർഫിന് ഇറാബ് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഹർഫുകളെല്ലാം മബനികളാണ്. ഇതുണ്ടല്ലോ ക്രിയകളുണ്ടല്ലോ. ഫിഅലിന് 3 ഇറാബാ. ഫിഅലിന് 3 ഇറാബാ. ഒന്ന് നെസ്ബ്, അൻസൂബ് ഉണ്ട്. മറ്റൊന്ന് റഫ്, മർഫൂ ഉണ്ട്. ജെറില്ല. പകരം എന്താ ഉള്ളത്? ജസ്മാണുള്ളത്. ജസ്മ്. ജെറിന് പകരം ഫിഅലിൽ എന്താ ഉള്ളത്? ജസ്മ്. മൂന്നാമത്തെ ഇറാബാണ് ജസ്മ്. ഓക്കെ, മനസ്സിലതങ്ങനെ മനസ്സിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഇസ്മിന് 3 ഇറാബ് ഞാൻ നോട്ട് തന്നിട്ടുണ്ട്. റഫ്, നെസ്ബ്, ജെറ്. ഫിഅലിന് 3 ഇറാബ്. നെസ്ബ്, റഫ്, ജസ്മ്. ജെറിന് പകരം ജസ്മ്. ഓക്കെ അല്ലേ? ജസ്മ് ഓക്കെ അല്ലേ? അത് മനസ്സിലുണ്ടല്ലോ. ഇനി ജസ്മിൻ്റെ അസ്ലിയായ അടയാളം സുക്കൂനാണ്. പദത്തിൻ്റെ അവസാനം സുക്കൂൻ വരികയാണ്. അസ്ലിയായ അടയാളം ഒരു ക്രിയയുടെ അവസാനത്തിൽ സുക്കൂൻ വരികയാണ്. ഓക്കെ, ക്രിയൻ്റെ അവസാനം ഇപ്പം നിങ്ങൾ നോക്കി മുലാരി ആയ ക്രിയയിൽ എന്താണ്? ആനി, പിന്നെ എഫ് അലു, തഫ് അലു, അഫ് അലു, നഫ് അലു. അവിടെ 5 എണ്ണത്തിന് ദൊമ്മയാണ് വന്നിട്ടുള്ളത് അല്ലേ? എഫ് അലാനി, കെസ്റയല്ലേ വന്നിട്ടുള്ളത്? ആനി എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ. അപ്പോൾ ഇതിൽ ജസ്മ ചെയ്യാന്ന് പറഞ്ഞാൽ സുക്കൂന് വരും. അസ്ലിയായ അടയാളം, ജസ്മിൻ്റെ അസ്ലിയായ അടയാളം സുക്കൂൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ ലമ്മ വന്നു കഴിഞ്ഞാൽ ക്രിയനെ ജസ്മു ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ 5 ആൾക്കാരില്ലേ? എഫ് അലു, തഫ് അലു, തഫ് അലു, അഫ് അലു, നഫ് അലു പറഞ്ഞില്ലേ? നമ്മൾ 5 ആൾക്കാരെ പഠിച്ചില്ലേ? ഈ 5 ആൾക്കാരെ ജസ്മു ചെയ്യുന്നത് എങ്ങനെയാ? സുക്കൂൻ കൊടുക്കണം. ഈ 5 ആൾക്കാർക്ക് അതിൻ്റെ അവസാനത്തെ ലെറ്ററിന് സുക്കൂൻ കൊടുക്കണം. അപ്പോൾ എന്താകും? ലമ്മ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ലം യഫ് അൽ, ലം തഫ് അൽ, ലം തഫ് അൽ, ലം അഫ് അൽ, ലം നഫ് അൽ എന്നാകും. കണ്ടോ? സുക്കൂൻ വന്നാൽ കണ്ടോ? ആ 5 ആൾക്കാരെ ദൊമ്മ മാറ്റിയിട്ട് നിങ്ങളവിടെ സുക്കൂൻ കൊടുക്കണം. ലമ്മ വന്നു കഴിഞ്ഞാൽ സുക്കൂൻ കൊടുക്കണം. ലമ്മ വന്നു കഴിഞ്ഞാൽ സുക്കൂൻ കൊടുക്കണം. ആർക്ക്? 5 പേർക്ക്. 5 പേരെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞില്ലേ? ഹുവൻ്റെയും ഹിയൻ്റെയും അന്തൻ്റെയും അനൻ്റെയും നെഹ്നുവിൻ്റെയും മുലാരിയായ ക്രിയൻ്റെ ആ ഒരു ഭാഗത്തുള്ള മുലാരിയായ ക്രിയൻ്റെ മുന്നിൽ ലമ്മ വന്നു കഴിഞ്ഞാൽ ആദ്യത്തിൻ്റെ അവസാനത്തിൻ്റെ ദൊമ്മ മാറ്റിയിട്ട് അതിന് സുക്കൂൻ കൊടുക്കുക. അത് ക്ലിയർ ആയോ? സുക്കൂൻ കൊടുക്കൽ പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെയാണ് ജസ്മു ചെയ്യുക. മനസ്സിലായി. ഇനി നമ്മൾ 7 ആൾക്കാരെ പറഞ്ഞില്ലേ? 7 ആൾക്കാർ. ഈ 7 ആൾക്കാരുടെ ന്യൂനാണ് ഈ പറഞ്ഞത് മുഴുവനും. ഈ 7 ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെ ജസ്മു ചെയ്യുക? 7 ആൾക്കാരെ ന്യൂനിനാണ്ട് കളഞ്ഞോ? എഫ് അലാനി, എഫ് അലാനി, എഫ് അലാനി, എഫ് അലൂന, തഫ് അലാനി,
തഫ് അലാനി തഫ് അലാനി തഫ് അലൂന തഫ് അലീന തഫ് അലാനി. അവിടെ നിങ്ങൾ ലമ്മ് വെക്കുമ്പോൾ എന്താ ലം യഫല ലം യഫലു തഫ് അല തഫ് അല തഫ് അലു തഫ് അലി തഫ് അല. കണ്ട നൂനില്ലല്ലോ അവിടെ. ആ നൂനിനെ കളഞ്ഞിട്ട് ജസ്മ ചെയ്യുക. 5 ആൾക്കാർക്ക് സുക്കൂൻ കൊടുത്ത് ജസ്മ ചെയ്യുക. അപ്പം ലമ്മ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരണം? ആദ്യം ലമ്മ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ആൾക്കാർക്ക് സുക്കൂൻ കൊടുക്കുക. 7 ആൾക്കാരെ നൂനിനെ കളയുക. 2 ആൾക്കാരെ ഒന്നും ചെയ്യണ്ട, മബനിയാണ്. അവരെ നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. എവിടെ ഹിയൻ്റെ അൻതുന്നൻ്റെ അവിടെ നിങ്ങൾ മാറ്റാൻ നിൽക്കണ്ട. ഓക്കെ, ആ നൂനിൻ്റെ പേരുകളാണ് ആ പറഞ്ഞത് മുഴുവനും. നമ്മൾ വായിച്ചു പോയില്ലേ? ഇസ്തഖത്ത് നൂനു ഇസ്തഖത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കളയണം. ആരൊക്കെ? തസ്നിയത്തിൻ്റെ നൂന്. തസ്നിയത്തിൻ്റെ നൂന് എന്ന് പറഞ്ഞാൽ ഹുമ ഹുമ അൻതുമ അൻതുമ എന്നുള്ള 4 എണ്ണം. പിന്നെ നൂന് ജമു മുദക്കറിൻ്റെ നൂന് എന്ന് പറഞ്ഞാൽ എഫ് അലൂന തഫ് അലൂനൻ്റെ അവിടുത്തെ നൂന്. പിന്നെ അന്നസിൻ്റെ നൂന തഫ് അലീന. അങ്ങനെ 7 എണ്ണം. 7 എണ്ണത്തിൻ്റെ നൂനിനെ കളയണം. അങ്ങനെയാണ് ജസ്മു ചെയ്യുക. ഇനി പറഞ്ഞത് ഒരെണ്ണം കൂടി, ഒരു വ്യത്യാസം കൂടി ഉണ്ട്. ഒരു വ്യത്യാസം, അർത്ഥം മാറുന്ന പറഞ്ഞത്. കൽബ് എന്ന് പറഞ്ഞാൽ എന്താ? കലബ കൽബ. കൽബ് എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? മാറി പറയുന്നത് അല്ലേ? ഒരു ടങ് ട്വിസ്റ്റർ ഇല്ലേ കൽബിൻ്റെ? ഒരു ടങ് ട്വിസ്റ്റർ പറഞ്ഞാൽ അറിയില്ലേ നമ്മളെ നാട്ടിലെ? എന്തുട്ടാ പറയാ? ഒരു ടങ് ട്വിസ്റ്റർ. ബെറ്റി ബോട്ട്സം ബെറ്റർ ബട്ടർ അങ്ങനെ ഒരു പറഞ്ഞ, അങ്ങനെ എന്ത് പറയാ അതിന്? ബെറ്റി ബോട്ട്സം ബട്ടർ ബട്ട് ദ ബട്ടർ ഈസ് ബിറ്റർ ബട്ടർ. ബെറ്റി ബോട്ട്സം ബെറ്റർ ബട്ടർ അങ്ങനെ ഉണ്ടല്ലേ? അതുപോലെ ഈ കൽബിൻ്റെ ഒരെണ്ണുണ്ട്. എന്തായിരുന്നു? എന്താ കൽബിൻ്റെ ഒരു സംഭവമുണ്ട്. കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നുണ്ട്. കൽബി എന്ന് പറയും. നമ്മളിങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവളെ എന്നൊക്കെ പറയില്ലേ? ആ കൽബിൻ്റെ പൊന്നെ, എൻ്റെ എന്താ പറയുക, എൻ്റെ ഹൃദയമേ എന്നൊക്കെ വിളിക്കും. കൽബി എന്ന് പറയും. കൽബുൻ ഹൃദയം. പിന്നെ കല്ലബ എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുക. ആ മുക്കല്ലിബുൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നത്. സബിത് കൽബി അല്ലാതിരിക്കുക. ഈ കൽബിൻ്റെ ഒരു ടങ് ട്വിസ്റ്റർ ഇന്നലെ കൂടി കേട്ടു ഞാനത്, മറന്നുപോയി, വായിൽ വരുന്നില്ല. എന്താണ് കല്ലബ കൽബി? ഞാൻ ഓർമ്മ വരുമ്പോൾ ഞാൻ ഗ്രൂപ്പിലിട്ടാരാ കേട്ടോ. അതിൻ്റെ എനിക്ക് ആദ്യത്തെ 2 ലൈനെ പറയാൻ പറ്റുള്ളൂ, പിന്നെ എനിക്ക് കിട്ടൂല. ഇതന്നെ. അപ്പം നമുക്ക് ഈ വാക്ക് ഒരു മനസ്സിൽ ഓർമ്മ ഉണ്ടാവും. കല്ലബ എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുക. കൽബ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ. ഇവിടെ പറഞ്ഞത് കൽബത്ത് മാന എന്ന് പറഞ്ഞാൽ അർത്ഥം മാറുന്നു. അർത്ഥമായി ലമ്മ് വന്നു കഴിഞ്ഞാൽ അർത്ഥം മാറും. മുസ്തഖ്ബിലിൻ്റെ അർത്ഥം മാറിയിട്ട് മാലി മൻഫീൻ്റെ അർത്ഥം വരുന്നു. മാലി മൻഫി ഒന്ന് പറഞ്ഞേ. മാലി മൻഫിങ്ങളൊന്ന് വായിച്ചേ. 2-ാം ബാബ് പഠിച്ച ഓർമ്മ ഉണ്ടാ? അല്ല കഴിഞ്ഞിട്ട് മാലി മൻഫി എന്താ? മാലി മൻഫിൻ്റെ അർത്ഥം എന്താ? നെഗറ്റീവ്. ഏതാ വാക്ക്? മാലി മൻഫി മാ ഫഅല അല്ലേ? മാ ഫഅല, അവൻ പ്രവർത്തിച്ചിട്ടില്ല. അപ്പൊ നോക്കിയേ, ഇതിന്റെ അർത്ഥം എങ്ങനെയാണ് വരിക? ലം യഫ്അൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാ ഫഅല, അവൻ പ്രവർത്തിച്ചിട്ടില്ല. കണ്ടോ? അത്രേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ മാറ്റം വന്നു? ലമ്മ് വന്നു കഴിഞ്ഞാൽ ജസ്മു ചെയ്യണം. നെഗറ്റീവ് അർത്ഥം വരും. പാസ്റ്റ് ടെൻസിൻ്റെ അർത്ഥം വരും. മാലി മൻഫി. ലം യഫ്അൽ എന്ന് പറഞ്ഞാൽ മാ ഫഅല, അവൻ പ്രവർത്തിച്ചിട്ടില്ല. കണ്ടോ? ലം യഫ്അൽ മാ ഫഅല, സെയിം അർത്ഥമാണ്. പിന്നെ അതിൻ്റെ എനിക്ക് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നോട് അത് ചോദിക്കരുത് കേട്ടോ. ഇതെന്താ അങ്ങനെ വെച്ചൂടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരമില്ല. ഖുറാനിലൊക്കെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, ഇതൊക്കെ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്തായി? മാലി മൻഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാ ഫഅൽ, അവൻ പ്രവർത്തിച്ചിട്ടില്ല. ലം യഫ്അൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പ്രവർത്തിച്ചിട്ടില്ല. ലം യഫ്അല, അവർ 2 പുരുഷന്മാർ പ്രവർത്തിച്ചിട്ടില്ല. മാ ഫഅല ഫഅല, മാ ഫഅല എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടോ? ലം യഫ്അലു, നൂനിനെ കളഞ്ഞിട്ടാ, അത് ശ്രദ്ധിക്കണേ എഴുത്തിൽ. ലം യഫ്അലു, അവർ 2-ലധികം പുരുഷന്മാർ പ്രവർത്തിച്ചിട്ടില്ല. ലം തഫ്അൽ, അവൾ പ്രവർത്തിച്ചിട്ടില്ല. ലം തഫ്അല, അവർ 2 സ്ത്രീകൾ പ്രവർത്തിച്ചിട്ടില്ല. അവൾ കേട്ടാ. ലം യഫ്അൽന, അവൾ 2-ലധികം സ്ത്രീകൾ പ്രവർത്തിച്ചിട്ടില്ല. ലം തഫ്അൽ, നീ ഒരു പുരുഷൻ പ്രവർത്തിച്ചിട്ടില്ല. ലം തഫ്അല, നിങ്ങൾ 2 പുരുഷന്മാർ പ്രവർത്തിച്ചിട്ടില്ല. ലം തഫ്അലു, നിങ്ങൾ 2-ലധികം പുരുഷന്മാർ പ്രവർത്തിച്ചിട്ടില്ല. ലം തഫ്അലി, ഞാൻ പ്രവർത്തിച്ചില്ല, അല്ല നീ ഒരു സ്ത്രീ പ്രവർത്തിച്ചിട്ടില്ല. ലം തഫ്അല, നിങ്ങൾ 2 സ്ത്രീകൾ പ്രവർത്തിച്ചിട്ടില്ല. ലം തഫ്അൽന, നിങ്ങൾ 2-ലധികം സ്ത്രീകൾ പ്രവർത്തിച്ചിട്ടില്ല. ലം അഫ്അൽ, ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. ലം നഫ്അൽ, ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. കിട്ടിയോ? ക്ലിയർ ആയോ? നോട്ട് ചെയ്തോ? മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ?
യെസ് മാം, ക്ലിയർ മനസ്സിലായി. ക്ലിയർ ആയല്ലോ. പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അപ്പം ഇപ്പൊ എന്തുകൊണ്ടാണ് പഠിച്ചെടുക്കും. ഇങ്ങനെയെന്നുള്ളൊരു സംശയങ്ങൾ കിടക്കണ്ടാവും, അതവിടെ കിടന്നോട്ടെ കേട്ടോ. അതിന് നിങ്ങൾ എടുക്കണ്ട, കാരണം അതിന് ഉത്തരം എൻ്റെയിലും ഇല്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത് എന്ന് ഞാനും വിചാരിച്ചിട്ടാണ്. പക്ഷേ ഞാനതിന് കൂടുതൽ പോയില്ല. ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് മാലിൻ്റെ അർത്ഥമാണ്. മാ ഫാലൻ്റെ അർത്ഥം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, എവിടെയും വ്യത്യാസമല്ല. മാ ഫാലൻ്റെ അർത്ഥമാണ് ഇത് വരുന്നത്. മാ ഫാല, മാ ഫാല, മാ ഫാലു, മാ ഫാലത്ത്, മാ ഫാലത്ത, മാ ഫാലന, ഇതേ പാറ്റേണാണ് ഇത് വരുന്നത്. പക്ഷേ അത് ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇതിൽ ലമ്മോ എന്നുള്ള എവിടെ ഖുർആനിലൊക്കെ എവിടെയെങ്കിലും ലമ്മോ എന്നത് ഓർമ്മ ഉണ്ടോ? ലം ലം യലിദ് വലം യൂലദ്. ലം യകുനില്ലദി ലം പറ്റുമോ? യലിദ്, ലം യലിദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, കണ്ടോ? ലം ലം യക്കുൻ, ലം ലം യക്കുൻ, ആയിട്ടില്ല അല്ലേ, ആയിട്ടില്ല. അതിൻ്റെ അർത്ഥം തന്നെ ലം. പിന്നെ എങ്ങനെ ലം വേറെ? ലം യകുനില്ലദീന കഫറു. ലം യക്കുൻ, യക്കുൻ കാന യക്കൂനു, യക്കുൻ, യക്കൂനു ആണ് യക്കുൻ ആയത് അല്ലേ. യക്കൂനു, യക്കുൻ ആയിട്ടില്ല. കഫറു വിശ്വസിച്ചു. ലം യക്കുൻ കറക്റ്റാണ്, ലം യക്കുൻ. വല്ല ഉദാഹരണങ്ങൾ വേറെ? ഇപ്പോൾ ഇത് പറഞ്ഞതൊക്കെ മനസ്സിലായാൽ മതി, എനിക്ക് അത്രയും മതി. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതെല്ലാം ക്ലിയർ ആയാൽ മതി. ക്ലിയർ ആണ് മിസ്. ഓക്കെ. ഇപ്പോൾ പുരുഷൻ പള്ളിയിൽ നിന്ന് മടങ്ങിയിട്ടില്ല, നമുക്ക് രണ്ട് രീതിയിൽ പറയാം. എങ്ങനെ പറയാൻ പറ്റും? അർറജുലു മടങ്ങിയിട്ടില്ല എന്നെങ്ങനെ പറയാം? റജ മടങ്ങുക, മാറജ. മാറജ പറയാം. പിന്നെ എന്ത് പറയാം? ലം ലം യർജി. ലം യർജി, ലം യർജി, കണ്ടോ? ലം യർജി അങ്ങനെ പറയാം. രണ്ട് രീതിയിലും നമുക്ക് പറയാം. പിന്നെ ഇതിൻ്റെ ഉദാഹരണങ്ങൾ എവിടെയെങ്കിലും നോക്കിയിട്ടുണ്ടോ നോക്കട്ടെ കേട്ടാ. ഉണ്ട് ഉണ്ട്, ലമ്മിൻ്റെ ഉദാഹരണം നോക്കിയിട്ടില്ല. ലം മിസ് അലം നഷ്റഹ്, അതില് അലം ലം ലം നഷ്റഹ്. നഷ്റഹ്. പക്ഷെ അത് ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. നഷ്റഹ്, ഷറഹ എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ആണ്. വിശാലമാക്കി. യഷ്റഹു വിശാലമാക്കുന്നു. നഷ്റഹ്, നഷ്റഹു എന്ന് പറഞ്ഞാൽ നാം വിശാലമാക്കി. ലം നഷ്റഹ്, നാം വിശാലമാക്കിയിട്ടില്ല. പിന്നെ ഹംസയാണ്, നാം വിശാലമാക്കിയില്ലേ സ്വാദുറക്കിൻ്റെ ഹൃദയത്തെ. ലം നഷ്റഹ്, നാം വിശാലമാക്കിയിട്ടില്ല. അള്ളാഹു ചോദിക്കുന്ന നബീൻ്റെ അടുത്തല്ലേ, എൻ്റെ ഓർമ്മ അതൊക്കെ കേട്ടോ, ഞാൻ ഓർമ്മയെന്നാണ് പറയണത്. നബീൻ്റെ അടുത്ത് പറയുന്നത് സ്വദറക്ക്, നിൻ്റെ നെഞ്ചിനെ, സ്വദറിനെ നാം വിശാലമാക്കി തന്നിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുന്നത് അതിൻ്റെ ഒരു ഗൗരവം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാലോ, ഇസ്തിഫാമുൽ മൻഫിയാണ്, അത് നെഗറ്റീവ് ചോദ്യമാണോ ചോദിക്കുന്നത്. അതിൻ്റെ ഒരു ഗൗരവം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമുക്ക് അങ്ങനെ തന്നെയല്ലേ, ഖുർആനിൽ കുറേ സ്ഥലത്ത് അങ്ങനെയാണ് നെഗറ്റീവ് ചോദ്യങ്ങൾ വരുന്നത്. അങ്ങനെ ചെയ്തിട്ടില്ല അല്ലേ. നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു ഇത് നോക്കിയാലേ, സുബ്ഹാനല്ലാഹ്, നമ്മൾ തന്നെ മക്കളെടുത്ത് ചോദിക്കൂലേ, എന്തെങ്കിലുമൊക്കെ പിടങ്ങി ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ അനുസരണക്കേട് കാണിച്ച് നമ്മൾ കുട്ടികളോട് ചോദിക്കില്ലേ, എന്തെന്ന് ചോദിക്കുക, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തെന്നില്ല അല്ലേ, നിനക്ക് വേണ്ടി അതൊന്നും ചെയ്തില്ല അല്ലേ, ഇതൊന്നും കുട്ടി എടുത്തപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കൂലേ. ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മൾ ചെയ്ത ഒരു നന്മ നമ്മൾ അവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നിനക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാനൊന്നും അല്ല അല്ലേ നിന്നെ നോക്കിയത്, ഞാനല്ല അല്ലേ നിന്നെ പരിഗണിച്ചത് എന്നൊക്കെ പറയില്ലേ. സുബ്ഹാനല്ലാഹ്, ഞാനിതിനെ കമ്പയർ ചെയ്യല്ല കേട്ടോ, ഞാൻ പറയാണ്. അതുപോലെ അള്ളാഹു ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയണം അല്ലേ. പിന്നെ എന്തൊരു മറ്റേ ഇതിൽ അങ്ങനെ തന്നെ, അലം തറ, നീ കണ്ടിട്ടില്ല അല്ലേ, കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, എങ്ങനെയാണ് അസ്ഹാബുൽ ഫീലിനെ ഇതൊക്കെ നീ കണ്ടിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുന്നത്. ഇസ്തിഫാമുൽ മൻഫി, നെഗറ്റീവ് ചോദ്യം. നമ്മൾ അല്ലേ, അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിം, ലൈസ അള്ളാഹു എന്താ അഹ്കമുൽ ഹാക്കിമീനിൽപ്പെട്ട ഏറ്റവും വലിയ ഹാക്കിം അള്ളാഹു അല്ല അല്ലേ എന്ന് ചോദിക്കുന്നത് എന്താ, അല്ലെങ്കിൽ അലൈസല്ലാഹു ബി ഖാദിരിൻ, അള്ളാഹു അടിമ പോരാ അല്ലേ എന്ന് ചോദിക്കുന്നതിൻ്റെ ഗൗരവം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്, തേട്ടമുണ്ട്. ഇതുപോലെയുള്ള ഒരു സംഭവമാണ് കേട്ടോ. അല്ലാം നഷ്റഹ്, നാം വിശാലമാക്കി തന്നില്ല, അങ്ങനെ ചോദിക്കുന്നതിനെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അത് ഇസ്തിഫാമുൽ മൻഫിയാണ്, പക്ഷേ ലം നഷ്റഹ്, നാം വിശാലമാക്കിയിട്ടില്ല അല്ലേ എന്നുള്ളതുണ്ട് കേട്ടോ. ഹംസത്തുൽ ഇസ്തിഫാം ഉണ്ട് അതിൻ്റെ മുന്നിലേ, അത് തന്നെയാണ് കേട്ടോ. പിന്നെ ഏതാ? ലം യലിദ് വലം യൂലദ്. അലം തറ, ലം തറ അവിടെ നമുക്ക് കാണാൻ പറ്റൂല, തറൻ്റെ അവിടെ നമുക്ക് പറയില്ല അതെന്താന്നുള്ളത്, പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അലം തറ, അതിന്റെ അപ്പുറത്തോ തന്നെ അലം അലം യജ്അൽ കൈദഹും ഫീ തളലിൽ. അവരെ താന്ത്രങ്ങൾ എന്തായിരുന്നു? യജ് അൽ അല്ലേ, അലം യജ് അൽ, അവൻ ആക്കി, യജ്അൽ. യജ് അൽ, യജ് അൽ എന്നല്ലേ, യജ് അൽ അവൻ ആക്കിയിട്ടില്ല. ലം എന്ന് പറയുമ്പോൾ ആക്കിയിട്ടില്ല കേട്ടോ, അതിൻ്റെ അർത്ഥം കിട്ടുന്നുണ്ട്. ലം യജ് അൽ. പിന്നെ ഏതാ? ഞാൻ ഖുർആനിൽ നോക്കാം, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം.
ഒരു പുതിയൊരു അറിവായിരിക്കും അല്ലേ ഇത്? തീർച്ചയായും എനിക്ക് തോന്നാം ആദ്യം തീരെ അറിയാത്തവർക്കൊരു പുതിയൊരു അറിവായിരിക്കും ഇത്. അങ്ങനെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇതൊരു ഖുർആന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ബക്കറയിൽ 258 ആ പറഞ്ഞോളൂ, ആയത്ത് പറഞ്ഞു. ഒന്ന് വാക്ക് 259 ഒന്ന് വായിച്ചേ, ആ വാക്ക് മാത്രം വായിച്ചേ. ഉം, 259 അല്ലേ? നോക്കാം. 59. കൊറേ ഉണ്ടല്ലോ അമ്മ. അത് മാമിന്റെ തന്നെ ഖുറാൻ ആപ്പിൽ നോക്കി കഴിഞ്ഞാൽ എത്രയോ തവണ കാണിച്ചിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ലം തറ ആ അലം യജിദ്ക യജിദ് അലം യജിദുക യതീമൻ യജിദ വജദ യജിദു യജിദു കണ്ടെത്തി യജിദ് ലം യജിദ് അവൻ കണ്ടെത്തിയില്ല അല്ലേ? കണ്ടെത്തിയില്ല. കൂടുതൽ അലമാണ് വന്നിട്ടുള്ളത് അല്ലേ? അലമാണ് വന്നിട്ടുള്ളത്. ലം അലം ക്വസ്റ്റ്യൻ ആയിട്ട് ഇസ്തിഫ്ഹാമുൽ മൻഫി ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? കുറച്ചുകൂടി മറ്റേ ഇത് വന്നിട്ടുള്ളത് ഉണ്ടോ നോക്കാം കേട്ടോ. ഒരു മിനിറ്റ് ഞാൻ നോക്കാം കേട്ടോ. ബക്കറയില് കാണിക്കുന്നുണ്ട് ഇന്നല്ലദീന കഫറു. ലമ്മ കുറേ ഉണ്ട് അല്ലേ? ലമ്മ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ലം ലം തുൻദിർഹും ആ ലാ ലം യുഅ്മിനൂൻ. തുന്തിറ അല്ലേ? ലം തുന്തിർഹും അല്ലേ? താക്കീത് നൽകിയിട്ടില്ല. ലം ലം എത്ര തവണ വന്നിട്ടുണ്ടെന്ന് അറിയോ? ഡു നോട്ട് വാണ്ട് ദം, ഡു നോട്ട് വാണ്ട് ദം വേണ്ട ആ ആണ് എന്റെ. അങ്ങനെ വരും. ആ അവർക്ക് താക്കീത് നൽകിയിട്ടില്ല. 348 പ്രാവശ്യം ലമ്മ വന്നിട്ടുണ്ട്. 348 തവണ അങ്ങനെ ഒരു വാക്ക് എത്ര തവണ വന്നെന്നുള്ളത് അൽ ഖുർആനിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ അതിന്റെ കാണിക്കുന്നുണ്ട്. നമ്പർ, ആ സൂറത്തിന്റെ നമ്പർ പറയുന്നുണ്ടല്ലോ. ഉണ്ട് 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 അതിൽ പറയുന്ന ഒക്യുറൻസ് കാണിക്കുന്നുണ്ട് അവിടെ. ലം ഇന്നല്ലദീന കഫറു ലം തുന്തിർ തുന്തിർ കണ്ടോ? തുന്തിർ അവർക്ക് താക്കീത് നൽകിയിട്ടില്ല. താക്കീത് നൽകിയിട്ടില്ല. തുന്തിർ അന്തർ അവിടെ തുന്തിർ വന്ന എന്താന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം കേട്ടോ. തുന്തിർ. പിന്നെ ഒരു മിനിറ്റ്. ഫജറിൻ്റെ 8ാമത്തെ ആയത്ത് ഞാൻ നോട്ട് ചെയ്ത് വെച്ച് പറഞ്ഞാൽ ഇനി ഫജറിൻ്റെ 8 നോക്കട്ടെ കേട്ടോ. സൂറത്തുൽ ഫജർ 8. ഫജർ 8 8 ലം യഖ്ലുഖ് യുഖ്ലഖ് യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അത് വേണ്ട. യുഖ്ലഖ് നിങ്ങൾ പഠിച്ചിട്ടില്ല, അങ്ങനത്തെ ക്രിയകൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അത് വേണ്ട. ഗുജറാത്ത് എഴുതിയിട്ടുണ്ടല്ലോ. ഗുജറാത്തിൽ എന്താ നോക്കട്ടെ. അത് വേണ്ട. ആ അത് വേണ്ട. തൽക്കാലം അത് വായിക്കണ്ട കേട്ടോ. കാരണം അവർക്ക് ദമ്മ വരുന്ന മുളാരിക പഠിച്ചിട്ടില്ല. ഗുജറാത്തിൻ്റെ 15 14 15 നോക്കട്ടെ കേട്ടോ. ലം തുഅ്മിനു അതും പഠിച്ചിട്ടില്ല. തുഅ്മിനു അവർ വിശ്വസിക്കാനാണ്. കാലത്തിൽ ഏറാബു ആമന്ന ഏറാബികൾ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ചു. ലം തുഅ്മിനു നിങ്ങൾ എന്നാൽ അവർ വിശ്വസിച്ചിട്ടില്ല. തുഅ്മിനൂന എന്നുള്ളത് തുഅ്മിനു ആയി. നൂനിനെ കളഞ്ഞില്ല അമ്മ വന്നപ്പോൾ അർത്ഥം മാറും. ലം യർത്താബു അവിടെയുണ്ട്. യർത്താബൂന എന്നാണ്, പക്ഷേ യർത്താബു എന്നാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അലക്കിൻ്റെ എന്തായിരുന്നു? സുഹൃത്തെ അലക്കിൻ്റെ 5ാമത്തെ ആയത്തിലുണ്ടോ? അലക്ക് നോക്കട്ടെ. അലക്ക് 5 ലയത്തറാണ് അല്ലേ? ലം യഅലം ലം യഅലം അല്ലമൽ ഇൻസാനു ഇൻസാൻ അല്ലാഹു പഠിപ്പിച്ചു, മനുഷ്യരെ പഠിച്ചു. മാ ലം യഅലം അവർ അറിയാത്തത് അല്ലേ? യഅലം അവർ അറിയാത്തത്. യഅലം മാ ലം യഅലം. റഹ്മാൻ 56 എന്താ? സൂറത്തുർ റഹ്മാൻ 56. ലം യത്മിസ്ഹുന്ന ലം യത്മിസ് ടച്ച് ചെയ്തിട്ടില്ല. ലം യത്മിസ് ഒരു മനുഷ്യനും. ബക്കറയിലെ 24 ലൻ തഫ്അലു വലൻ തഫ്അലു ഫത്തഖുൻ നാറൽ ലതീ. ലം തഫ്അലു 24. ശരി. എന്തായിരുന്നു? ലം 24 അല്ലേ? ഓക്കെ ഓക്കെ. ഇല്ലം തഫ്അലു വലം തഫ്അലു. അവിടെ തഫ്അലൂന എന്നാണ് അല്ലേ വരേണ്ടത്? തഫ്അലൂന ലമ്മിട്ടാ ലെന്നോട് ഇരുന്നോട്ടെ. ലെന്ന് നമുക്ക് ഇനി പഠിക്കും. ഓക്കെ. ലം അവിടെ ഇതാക്കിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ അല്ലേ? ഇനി കുറച്ച് ചെയ്ത് നോക്കണോ? വർക്ക് ചെയ്ത് നോക്കണോ? ഞാൻ പറയട്ടെ.
അവൾ എഴുതിയിട്ടില്ല. നിങ്ങൾ ഇതാക്കി പറയണേ, മാലിയാക്കി പറയരുത് കേട്ടോ. മുലാരിയാക്കി എന്ന് പറഞ്ഞോക്കി. അവൾ എഴുതിയിട്ടില്ല. അവൾ 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 എഴുതിയിട്ടില്ല ലം എങ്ങനെ എഴുതുക? യക്തുബ. അല്ല, എഴുതിയിട്ടില്ല എന്ന് വേണ്ട, അവൾ വായിച്ചിട്ടില്ല. ലമ്മ വെച്ച് പറഞ്ഞേ, ഇതിൽ നോക്കിയിട്ട് പറയണേ. ഷി എവിടെ വരിക? ഖറഅ യഖ്റഉ തഖ്റഅ. ലം തഖ്റഅ. ലം തഖ്റഅ. അവൾ വായിച്ചിട്ടില്ല. മാലിയാക്കി പറഞ്ഞാലോ? മാലിയാക്കി പറഞ്ഞാൽ എങ്ങനെ പറയാ? മാ മാ മാലിയാക്കി പറഞ്ഞോളൂ. മാ മാ ഖറഅത്ത്. ഖറഅത്ത്. ഖറഅത്ത് ട്ടാ. മാ ഖറഅത്ത്. അവൾ വായിച്ചിട്ടില്ല. അവർ രണ്ട് പുരുഷന്മാർ. മാം ആ പറയൂ. മാം സൽമാൻ എന്ന് പറഞ്ഞ അവരെടുത്തൊന്ന് മ്യൂട്ട് ആക്കാൻ പറയോ? അല്ല, ഇത് വരുന്നുണ്ട് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ സൗണ്ട് വരുന്നുണ്ട് അല്ലേ? ശരി കേട്ടാ. പിന്നെ എന്താ പറയുക ഇനി? നജഹ എന്ന് പറഞ്ഞാൽ എന്താ? നജഹ വിജയിച്ചു അല്ലേ? അവൻ വിജയിച്ചിട്ടില്ല. ലമ്മ വെച്ചിട്ട് മുലാരിയാക്കി പറഞ്ഞേ. നജഹ യൻജഹു. ലം യൻജഹ്. ലം യൻജഹ്. ലം യൻജഹ്. ഓക്കെ. ഇനി മാലിയാക്കി പറയുമ്പോഴോ? മാ നജഹ. മാ നജഹ. ഇനി ഒരെണ്ണം കൂടി. തറക്ക കേട്ടിട്ടുണ്ട്. തറക്ക എന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷിക്കുക. തറക്ക ഉപേക്ഷിക്കുക. തറക്ക. നിങ്ങൾ രണ്ടിലധികം പുരുഷന്മാർ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ ട്ടാ, മുന്നിൽ നിൽക്കുന്നവർ ട്ടാ. നിങ്ങൾ രണ്ടിലധികം പുരുഷന്മാർ ഉപേക്ഷിച്ചിട്ടില്ല. തറക്ക യതുറുക്കു. ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങൾ രണ്ടിലധികം പുരുഷന്മാർ എങ്ങനെ പറയാ? ലം എന്താണ് വേർഡ് എന്തായിരുന്നു? തറക്ക തറക്ക യതുറുക്കു. ലം തത്തുറു തത്തുറുക്കു ലം തത്റക്കാന്നാണോ? അല്ലേ? തത്തുറുക്കു റാത്ത തോമ്മ. തത്തുറുക്കു തത്തുറക്കൂന്ന് എഴുതിക്കണേ. ലം തത്തുറുക്കൂ. നൂന് മാറ്റ. യത്തുറുക്കൂനാണ് വരിക. തത്തുറുക്കു. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഫീലാണ് അല്ലേ? അപ്പം തദ്റുക്കൂന്നാണ് വരിക. അൻതും വരുമ്പോൾ നൂനിനെ കളഞ്ഞിട്ടാണ് മറ്റേ 5 എണ്ണത്തിലാണ് സുക്കൂൻ വരുന്നത്. കണ്ടോ? ഇനി ഒരെണ്ണം കൂടി, ഒരെണ്ണം കൂടി നോക്കിക്കോട്ടാ. അവർ കുറേ സ്ത്രീകൾ കളിച്ചിട്ടില്ല. അവർ ട്ടാ ഗായിബാണ്. അവർ കുറേ സ്ത്രീകൾ, രണ്ടിലധികം സ്ത്രീകൾ. അവർ ലം ലം കളിച്ചിട്ടില്ല. മാലിയിൽ തന്നെ പറയാലോ. അത് എങ്ങനെ പറയാ? മാലി പറയും. പ്രാക്ടീസ് ചെയ്താൽ ശരിയാവും ട്ടാ. ഞാൻ കളിച്ചിട്ടില്ല. മുലാരിയിൽ പറഞ്ഞേ. ലം അൽ അബ്. മാലിയിൽ പറഞ്ഞാലാ? ഞാൻ കളിച്ചിട്ടില്ല. കറക്റ്റ്. അൻഷിത പറഞ്ഞത് മാലഇബ്തു. ഞാൻ കളിച്ചിട്ടില്ല. മാലഇബ്തു. അപ്പോൾ അർത്ഥം ശ്രദ്ധിക്കണം കേട്ടോ. അർത്ഥം ശ്രദ്ധിക്കുക. അർത്ഥം മൊത്തം മാറും. ഇനി ഇതിൻ്റെ മജ്ഹൂല് നല്ല എളുപ്പമാണ്. നമ്മൾ ഇതിൻ്റെ മുന്നിൽ ഇതാ അറത്താൻ തജ്ഹുൽ മജ്ഹൂലൻ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫദ്മൂം അലാമത്തുൽ ഇസ്തിഖ്ബാലിനെ ദമ്മ കൊടുക്കുക, ഫതഹ കൊടുക്കുക മാ ഖബലനെ. അത്രേ ഉള്ളൂ. ലം യുഫ് അൽ. അവനൊരു പുരുഷൻ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല.
ഫുഇലിൻ്റെ അർത്ഥം വരും. ലം യുഫ് അല അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല. ലം യുഫ് അലു അവർ രണ്ടിലധികം പുരുഷന്മാർ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല. ലം തുഫ് അൽ അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല. ഈ അവൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഫായിലല്ല കേട്ടോ, അത് മഫൂലും ബിഹിയാണ്. ഇൻഷാ അല്ലാ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിയാവും. ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയാവും. ലം തുഫ് അല അവർ രണ്ടിലധികം സ്ത്രീകൾ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല. ലം യുഫ് അൽന മറ്റേത് രണ്ടിലധികം. ലം യുഫ് അൽന അവർ രണ്ടിലധികം സ്ത്രീകൾ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല. ലം തുഫ് അൽ നീ ഒരു പുരുഷൻ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല. ലം തുഫ് അല നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല. ലം തുഫ് അലു നിങ്ങൾ രണ്ടിലധികം പുരുഷന്മാർ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല. ലം തുഫ് അലി നീ ഒരു സ്ത്രീ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല. ലം തുഫ് അല നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല. ലം തുഫ് അൽന നിങ്ങൾ രണ്ടിലധികം സ്ത്രീകൾ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല. ലം ഉഫ് അൽ ഞാൻ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല. ലം നുഫ് അൽ ഉഫ് അൽ ലം നുഫ് അൽ ഞങ്ങൾ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല. അത് ഇൻഷാ അല്ലാ ഞാൻ ജസ്റ്റ് വായിച്ചു പോയിട്ടുള്ളൂ, അതിൽ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനി വേണമെങ്കിൽ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇത് നോക്കാം, എക്സസൈസ് നോക്കാം. അതിൽ ലന്നാണുള്ളത്. മാം ഇതിലേ ഇപ്പം ലം എന്നുള്ളത് ആ അൽ ഖുർആൻ എന്ന പറഞ്ഞ ആപ്പില് വരുമ്പം ലം എത്ര പ്രാവശ്യം എന്ന് ചോദിക്കുമ്പോ 2, 6, 8 എന്നുള്ളത് അപ്പൊ 8ാമത്തെ വാക്ക് എന്നാണോ ഉദ്ദേശിക്കുന്നത്? 2, 6, 8 അതിൽ വരുന്നത് 2, 6, 8 അതെ 8ാമത്തെ വാക്ക്. അപ്പൊ 2ാമത്തെ സൂറത്തില് 6ാമത്തെ ആയത്തില് 8ാമത്തെ വാക്ക് അല്ലേ? ഓക്കെ ശരി. കുറേ തവണ ലമ്മ് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെതായിട്ടുള്ളൊരു ഫായിദകൾ ഉണ്ടായിരിക്കും. ഈ ലമ്മ് വരുമ്പോഴും മാവ് വരുമ്പോഴും ഉള്ള വ്യത്യാസങ്ങൾ, അതിൻ്റെതായിട്ടുള്ള ഇതുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇൻഷാ അല്ലാ അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ പഠിക്കും, മനസ്സിലാക്കും. കൂടുതൽ എനിക്കും അറിയില്ല, ഞാൻ അതുകൊണ്ടാണ് അറിയില്ല പറഞ്ഞത്. ഓക്കെ ശരി ട്ടാ. ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറ.